മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളും ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തവും തമ്മിൽ ശരിക്കും എന്തെങ്കിലും ബന്ധമുണ്ടോ? ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ എല്ലാവരും ഇതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ട്. ഒരു ഏകകോശ ജീവിയിൽ നിന്നാണ് ഇപ്പോൾ കാണുന്ന എല്ലാ ജീവവർഗങ്ങളും ഉത്ഭവിച്ചു എന്നുള്ള ഈ തിയറി ഡാർവിൻ പ്രപ്പോസ് ചെയ്യുന്നത് 1858-ലാണ്. ദശാവതാരങ്ങളും പരിണാമ സിദ്ധാന്തവും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി കുറച്ചൊക്കെ നമ്മൾ എല്ലാവരും കേട്ടു കാണും. മഹാവിഷ്ണുവിന്റെ ആദ്യത്തെ അവതാരമായ മത്സ്യാവതാരം ജലത്തിൽ ഉത്ഭവിച്ച ആദ്യത്തെ ജീവിയെ സൂചിപ്പിക്കുന്നുവെന്നും രണ്ടാമത്തെ അവതാരമായ കൂർമാവതാരം ഉഭയജീവികളെ, അതായത് കരയിലും വെള്ളത്തിലും ഒരുപോലെ ജീവിക്കാൻ കഴിയുന്ന ജീവികളെ സൂചിപ്പിക്കുന്നുവെന്നും പിന്നീട് വന്ന വരാഹാവതാരം കരയിൽ മാത്രം ജീവിക്കാൻ കഴിയുന്ന ജീവികളെ സൂചിപ്പിക്കുന്നുവെന്നും നമുക്കറിയാം. നാലാമത്തെ അവതാരമായ നരസിംഹാവതാരം പാതി മനുഷ്യനും പാതി മൃഗമായ ഒരു ജീവിയെ, അതായത് മനുഷ്യനിലേക്കുള്ള ഒരു ട്രാൻസിഷനെയാണ് സൂചിപ്പിക്കുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ സിമിലാരിറ്റീസ് എല്ലാം ഒരു കോയിൻസിഡൻസ് ആയിക്കൂടെ? 4 അവതാരങ്ങൾ മാത്രമല്ലല്ലോ, അതിനുശേഷവും അവതാരങ്ങളുണ്ടല്ലോ. അവരുടെയൊക്കെ പ്രസക്തി എന്താണ്? അവർക്ക് പരിണാമ സിദ്ധാന്തമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാലോ. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ. നമുക്ക് ദശാവതാരങ്ങളുടെ ദൈവിക പരിവേഷം തൽക്കാലം അഴിച്ചു വെക്കാം. ഇവിടെ ഓരോ അവതാരങ്ങളുടെയും ഗുണങ്ങളെ മാത്രമാണ് നമ്മൾ പ്രതിപാദിക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ വീഡിയോയിൽ ഭഗവാൻ ശ്രീരാമനെ പറ്റി പറയുമ്പോൾ ശ്രീരാമൻ എന്ന ദൈവത്തെയല്ല, പകരം അദ്ദേഹത്തിന്റെ ഗുണഗണങ്ങളെയും സ്വഭാവ സവിശേഷതകളെയും പറ്റി മാത്രമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഇവിടെ പരിണാമ സിദ്ധാന്തവും ദശാവതാരങ്ങളും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് മനുഷ്യ പരിണാമവും ദശാവതാരങ്ങളും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നതായിരിക്കും. അതിന്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പരിണാമ സിദ്ധാന്തം എന്താണെന്ന് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ 1858-ലാണ് ചാൾസ് ഡാർവിൻ പരിണാമ സിദ്ധാന്തം വിഭാവന ചെയ്യുന്നത്. പിന്നീട് വന്ന പല ശാസ്ത്രജ്ഞന്മാരും ഇതിൽ ഒരുപാട് വെട്ടിത്തിരുത്തലുകൾ നടത്തിയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചത് ഡാർവിൻ തന്നെയാണ്. ഇതിലെ പ്രധാന പോയിന്റ്സ് മാത്രം ഞാനൊന്ന് ചുരുക്കി പറയാം. ഈ സിദ്ധാന്തം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ആദ്യത്തെ ജീവൻ ഉത്ഭവിച്ചത് ജലത്തിലാണ്. അതൊരു ഏകകോശ ജീവിയായിരുന്നു. പിന്നീട് ആ ഏകകോശ ജീവി ഒരു ബഹുകോശ ജീവിയാകുകയും അതിന് കൂടുതൽ സങ്കീർണത കൈവരുകയും ചെയ്തു. കോടിക്കണക്കിന് വർഷങ്ങൾ കടന്നുപോയപ്പോൾ ഈ ജീവി അതിന്റെ രൂപത്തിലും ഘടനയിലും കൂടുതൽ സങ്കീർണത കൈവരിക്കുകയും പുതിയ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനുള്ള അതിന്റെ കഴിവ് വർദ്ധിക്കുകയും ചെയ്തു. പിന്നീട് അത് പതിയെ കരയിലേക്ക് വരികയും കരയിലും വെള്ളത്തിലും ഒരുപോലെ ജീവിക്കാനുള്ള ഒരു കഴിവ് അത് കൈവരികയും ചെയ്തു. അങ്ങനെ ആദ്യത്തെ ഉഭയജീവികൾ ഭൂമിയിൽ രൂപപ്പെട്ടു. ഇങ്ങനെയുള്ള ഉഭയജീവികളെ പരിണമിച്ചാണ് കരയിൽ മാത്രം സർവൈവ് ചെയ്യാൻ കഴിയുന്ന ജീവവർഗങ്ങൾ ഭൂമിയിൽ ഉത്ഭവിച്ചത്. പിന്നീട് പലതരത്തിലുള്ള സാഹചര്യങ്ങളും സമ്മർദ്ദങ്ങളും മൂലം പല പല ജീവവർഗങ്ങൾ ഭൂമിയിൽ ഉടലെടുക്കാൻ തുടങ്ങി. നടക്കാൻ കഴിയുന്നതും ഓടാൻ കഴിയുന്നതും ഇഴയാൻ കഴിയുന്നതും പറക്കാൻ കഴിയുന്നതുമായ ഒരുപാട് ജീവവർഗങ്ങൾ ഭൂമിയിൽ ഉത്ഭവിച്ചു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും ഒരിക്കലും ഒരു സിമ്പിൾ പ്രോസസ് അല്ല. കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് പരിണാമ പ്രക്രിയ സംഭവിക്കുന്നത്. ഇനി മനുഷ്യന്റെ പരിണാമത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളിൽ പലരും വിചാരിച്ചിരിക്കുന്നത് മനുഷ്യൻ കുരങ്ങിൽ നിന്നാണ് പരിണമിച്ചതെന്നാണ്. ഒരുപക്ഷെ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ചിത്രം ഇതായിരിക്കും. ഇത് കണ്ടാൽ ആർക്കും തോന്നും മനുഷ്യൻ പരിണമിച്ചത് കുരങ്ങിൽ നിന്നാണെന്ന്. സത്യത്തിൽ അതൊരു തെറ്റായ ധാരണയാണ്. കുരങ്ങിൽ നിന്നല്ല മനുഷ്യൻ പരിണമിച്ചത്, മറിച്ച് പരിണാമ സിദ്ധാന്തം പറയുന്നത് മനുഷ്യനും കുരങ്ങിനും ഒരു പൊതുപൂർവികരുണ്ടായിരുന്നു എന്ന് മാത്രമാണ്. ഈ പറഞ്ഞ പൊതുപൂർവികനിൽ നിന്നാണ് മനുഷ്യരാശിയുടെ ജനനം. കാടുകളിൽ ജീവിച്ചിരുന്ന ആദിമ മനുഷ്യൻ വേട്ടയാടിയ പച്ചമാംസവും കായ്കനികളുമാണ് ഭക്ഷിച്ചിരുന്നത്. സ്വയരക്ഷയ്ക്കും വേട്ടയാടാനും അവൻ ഉപയോഗിച്ചിരുന്നത് കല്ലുകൊണ്ടുണ്ടാക്കിയ വളരെ പ്രാകൃതമായ ആയുധങ്ങളായിരുന്നു. പിന്നീട് അവൻ തീ കണ്ടുപിടിച്ചു, ലോഹങ്ങൾ കണ്ടുപിടിച്ചു, സമൂഹമായി ജീവിക്കാൻ ആരംഭിച്ചു. അവന് വേണ്ട ഭക്ഷണം തനിയെ ഉൽപ്പാദിപ്പിക്കുവാൻ ആരംഭിച്ചു. സമൂഹത്തിലെ നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ ആരംഭിച്ചു. സ്നേഹം, കരുണ, പരസ്പര സഹായം തുടങ്ങിയ മാനുഷിക മൂല്യങ്ങളിൽ വിശ്വസിക്കുവാൻ തുടങ്ങി. അങ്ങനെ പതിയെ പതിയെ മാറ്റങ്ങൾക്ക് വിധേയനായി ഇന്നത്തെ ആധുനിക മനുഷ്യനായി രൂപപ്പെട്ടു. ഈ പറഞ്ഞ ഈ ട്രാൻസിഷൻ അതെങ്ങനെയാണ് ദശാവതാരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. മഹാവിഷ്ണുവിന്റെ ആദ്യത്തെ അവതാരമായ മത്സ്യാവതാരത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. മത്സ്യാവതാരത്തിന്റെ കഥ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഭഗവാൻ മഹാവിഷ്ണു വൈവസ്വത മനുവിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് അദ്ദേഹത്തിന്റെ കൈക്കുമ്പിളിലെ ഒരു ചെറിയ മത്സ്യമായിട്ടാണ്. മനു അദ്ദേഹത്തിന്റെ കമണ്ടലുവിൽ ഈ മത്സ്യത്തെ സൂക്ഷിക്കുകയും വളരെ പെട്ടെന്ന് തന്നെ ഈ മത്സ്യം വളരെ വലുതാകുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം തൊട്ടടുത്തുള്ള ഒരു കുളത്തിലേക്ക് ഈ മത്സ്യത്തിനെ മാറ്റി. കുളത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ മത്സ്യം വീണ്ടും വലുതായി. മനു മത്സ്യത്തെ തൊട്ടടുത്തുള്ള ഒരു പുഴയിലേക്ക് മാറ്റി. മത്സ്യത്തിന്റെ വലിപ്പം വീണ്ടും വർദ്ധിച്ചു. പിന്നീട് മനു മത്സ്യത്തെ കടലിലേക്ക് മാറ്റി. അവിടെ വെച്ചാണ് ഭഗവാൻ മഹാവിഷ്ണു മത്സ്യരൂപത്തിൽ മനുവിന് ദർശനം നൽകുന്നത്. പിന്നീടുണ്ടായ മഹാപ്രളയത്തിൽ നിന്നും ഭൂമിയിലെ എല്ലാ ജീവവർഗങ്ങളെയും രക്ഷിക്കുന്നതും മത്സ്യാവതാരമാണ്. മത്സ്യാവതാരത്തിന്റെ ഈ കഥയിൽ പ്രധാനമായും 3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
ഒന്ന്, മത്സ്യാവതാരം ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് ജലത്തിലാണ്. 2, ചെറിയ മത്സ്യം വലിയ മത്സ്യമായി മാറുന്നു. 3, മത്സ്യാവതാരം കാരണമാണ് ഭൂമിയിലെ മറ്റെല്ലാ ജീവജാലങ്ങളും സർവൈവ് ചെയ്യുന്നത്. ഈ 3 കാര്യങ്ങളും ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തിലും പറയുന്നുണ്ട്. പരിണാമ സിദ്ധാന്തം അനുസരിച്ച് ആദ്യത്തെ ജീവൻ പ്രത്യക്ഷപ്പെട്ടത് ജലത്തിലാണ്. അതൊരു ഏകകോശ ജീവിയായിരുന്നു. ആ ഏകകോശ ജീവി കോശവിഭജനം മൂലം ബഹുകോശ ജീവിയായി മാറുന്നു. ബേസിക്കലി അതിന്റെ വലിപ്പം വർദ്ധിക്കുന്നു. ഈ ഏകകോശ ജീവിയിൽ നിന്നാണ് ഭൂമിയിലുള്ള എല്ലാ ജീവവർഗങ്ങളും ഉണ്ടായത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഭൂമിയിലുള്ള എല്ലാ ജീവവർഗങ്ങളും ഉണ്ടാവാനുള്ള മൂലകാരണം ഈ ഏകകോശ ജീവിയാണ്. സർപ്രൈസിംഗ്ലി ഈ 3 കാര്യങ്ങളും മത്സ്യപുരാണത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഇനി നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മഹാവിഷ്ണുവിന്റെ 2ാമത്തെ അവതാരമായ കൂർമാവതാരം അത് സൂചിപ്പിക്കുന്നത് ആദ്യത്തെ ഉഭയജീവിയാണ്. അതായത് കരയിലും വെള്ളത്തിലും ഒരുപോലെ ജീവിക്കാൻ കഴിയുന്ന ജീവി. നമുക്കറിയാം കൂർമ്മം എന്ന് വെച്ചാൽ ആമ എന്നാണ് അർത്ഥം. ആമയ്ക്ക് കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയും. പരിണാമ സിദ്ധാന്തം പറയുന്നതും സെയിം കാര്യങ്ങൾ തന്നെയാണ്. ജലത്തിൽ മാത്രം ജീവിച്ചിരുന്ന ജീവി പതിയെ കരയിലേക്ക് വരികയും കരയിലും സർവൈവ് ചെയ്യാൻ തക്ക പാകത്തിൽ അതിന്റെ രൂപഘടനയിലും അവയവങ്ങളിലും മാറ്റങ്ങൾ വരികയും ചെയ്യുന്നു. അങ്ങനെ കരയിലും വെള്ളത്തിലും ഒരുപോലെ ജീവിക്കാൻ കഴിയുന്ന ഒരു ജീവവർഗം ഉടലെടുക്കുകയും ചെയ്യുന്നു. ഈ ഒരു ജീവവർഗത്തെയാണ് മഹാവിഷ്ണുവിന്റെ കൂർമാവതാരം റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി 3ാമത്തെ അവതാരമായ വരാഹാവതാരം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വരാഹാവതാരം സൂചിപ്പിക്കുന്നത് കരയിൽ മാത്രം ജീവിക്കാൻ കഴിയുന്ന ഒരു ജീവവർഗത്തെയാണ്. നമുക്കറിയാം വരാഹം എന്ന് പറഞ്ഞാൽ പന്നി എന്നാണ് അർത്ഥം. പന്നിക്ക് കരയിൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ. ഇനി എന്തുകൊണ്ടാണ് വരാഹത്തിനെ മാത്രം തിരഞ്ഞെടുത്തത്? കരയിൽ മാത്രം ജീവിക്കാൻ കഴിയുന്ന വേറെ ഒരുപാട് ജീവികളില്ലേ? അതിനൊരു കാരണമുണ്ട്. ഈ പന്നി എന്ന് പറഞ്ഞാൽ വളരെ തിക്ക് മസിൽസ് ഉള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ജീവിയാണ്. കൂടാതെ പന്നികളുടെ ഈ തേറ്റ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ഫോസിൽ പഠനങ്ങളൊക്കെ പറയുന്നത് മൺമറഞ്ഞുപോയ പല ജീവവർഗങ്ങൾക്കും ശക്തമായ നീണ്ട പല്ലുകളോ തേറ്റകളോ ഉണ്ടായിരുന്നുവെന്നാണ്. ഇതുപോലെ വളരെ സ്ട്രോങ് ആയിട്ടൊരു ജീവവർഗത്തെ റെപ്രസെന്റ് ചെയ്യാനായിരിക്കാം ഒരുപക്ഷെ പന്നിയെ തിരഞ്ഞെടുത്തത്. ഇനി മഹാവിഷ്ണുവിന്റെ 4ാമത്തെ അവതാരമായ നരസിംഹാവതാരം സൂചിപ്പിക്കുന്നത് മൃഗത്തിൽ നിന്നും മനുഷ്യനിലേക്കുള്ള ഒരു ട്രാൻസിഷനെയാണ്. പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്ന നരസിംഹവർണ്ണന എങ്ങനെയാണ്? സിംഹത്തിന്റെ തലയും മനുഷ്യന്റെ ഉടലും ബലിഷ്ഠമായ ശരീരവും കൂർത്ത നഖങ്ങളും ദംഷ്ട്രകളും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നരസിംഹാവതാരം ഹിരണ്യകശുവിനെ വധിക്കുന്നത് ആയുധങ്ങൾ ഉപയോഗിച്ചല്ല, മറിച്ച് കൂർത്ത നഖങ്ങൾ കൊണ്ട് മാറു പിളർന്നാണ്. പരിണാമ സിദ്ധാന്തം അനുസരിച്ച് മനുഷ്യനും കുരങ്ങന്മാർക്കും ഒരു പൊതുപൂർവികരുണ്ടായിരുന്നതായി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ? നരസിംഹാവതാരം റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഒരു പൂർവികനെയാണ്. ഒരു മൃഗത്തിൽ നിന്നും മനുഷ്യനിലേക്കുള്ള ഈ ട്രാൻസിഷൻ കാണിക്കുന്നതിന് വേണ്ടിയാണ് നരസിംഹാവതാരത്തിന് ഇത്രയും വിശദമായൊരു വിവരണം കൊടുത്തിരിക്കുന്നത്. പരിണാമ സിദ്ധാന്തം അനുസരിച്ച് ഈ ഒരു ജീവവർഗത്തിൽ നിന്നാണ് ഇപ്പോൾ കാണുന്ന ഇന്റലിജന്റ് ആയ മനുഷ്യരാശിയും കമ്പാരിറ്റീവ്ലി അത്ര ഇന്റലിജന്റ് അല്ലാത്ത ഒറാങ്കൂട്ടാൻ, ചിമ്പാൻസി പോലുള്ള ഏപ്സ് വിഭാഗത്തിൽപ്പെട്ട കുരങ്ങു വർഗ്ഗങ്ങളും ഉണ്ടായത്. ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, അതായത് മത്സ്യാവതാരം മുതൽ നരസിംഹാവതാരം വരെയുള്ള 4 അവതാരങ്ങളും പരിണാമ സിദ്ധാന്തവും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി നമ്മളിൽ ഭൂരിഭാഗം പേരും കേട്ടു കാണും. പക്ഷെ കഥ ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. ഇതിലും കൂടുതൽ വിവരണങ്ങൾ ഇനി വരാൻ പോകുന്ന അവതാരങ്ങളിലുണ്ട്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ആരും അത്ര ശ്രദ്ധിച്ചു കാണാൻ വഴിയില്ല. ആ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയുടെ 2ാം ഭാഗത്തിൽ നമുക്ക് വിശദമായി ഡിസ്കസ് ചെയ്യാം. 2ാം ഭാഗത്തിന്റെ ലിങ്ക് ഞാൻ മുകളിൽ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത തവണ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.